പ്രിയപ്പെട്ടവരെ നമസ്കാരം. അങ്ങനെ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയമാണ്. നമുക്കറിയാം, പഹൽഗാമിൻ്റെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ തിരിച്ചടി തീവ്രവാദത്തെ ലോകത്തു നിന്നും തുടച്ചു മാറ്റുന്നതിൻ്റെ ആദ്യ പടിയെന്നോണമാണ് ഇന്ത്യ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കൊക്കെ അറിയാം, നമ്മൾ പ്രവാസികളായിട്ട് ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലോ ബഹ്റൈനിലോ ഖത്തറിലോ ഒക്കെ ജോലി ചെയ്യുന്ന നമ്മൾക്ക് നമ്മുടെ കൊളീഗായിട്ടും നമ്മുടെ മാനേജേഴ്സായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ആയിട്ട് പാകിസ്ഥാനികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രാജ്യവും അവരുടെ രാജ്യവുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൻ്റെ വർത്തമാനങ്ങളൊന്നും അവരുമായിട്ട് ചർച്ച ചെയ്യാണ്ടിരിക്കുക. ക്രിക്കറ്റ് കളി പോലെയല്ല. ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിയാക്കലിൻ്റെ രൂപത്തിലോ ഒക്കെ സംസാരിക്കും. അതൊക്കെ ആ രൂപത്തിലാണ് എടുക്കുക. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമ്മളതൊരു തമാശ രൂപേണയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടോ ഒന്നും അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും ആ ചർച്ച വഴിതെറ്റി പോവാം. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പാകിസ്ഥാനികളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗായിട്ടുള്ളവരോ ഉണ്ടെങ്കിലോ അവരോടൊക്കെ നമ്മൾ ഈ വിധത്തിലുള്ള ചർച്ചകൾക്ക് പങ്കെടുക്കാതിരിക്കാം. നമ്മൾ നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോവാം, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളുമായിട്ട് പോകും. നമ്മൾ അനാവശ്യമായിട്ട് പ്രൊവോക്ക് ചെയ്യും അല്ലെങ്കിൽ അനാവശ്യമായ വർത്തമാനങ്ങളിലേക്ക് പോയിട്ട് നമുക്കൊക്കെ അറിയാം, ഗൾഫ് കൺട്രീസൊക്കെ അതൊക്കെ കൃത്യമായി വാച്ച് ചെയ്യും, കൃത്യമായി മോണിറ്റർ ചെയ്യും. അതിനൊക്കെ കൃത്യമായ റെസ്ട്രിക്ഷൻസും വെച്ചിരിക്കുന്ന രാജ്യങ്ങളും നമ്മുടെ ജോലി സ്ഥലങ്ങളുമാണ്. നമ്മൾ നമ്മുടെ രാജ്യത്തോട് നിൽക്കുന്നതോടൊപ്പം ഈ വിധ കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ഞാൻ എൻ്റെ ഒരു പാകിസ്ഥാനിയായിട്ടുള്ള ഒരു സ്റ്റാഫ് ഞങ്ങൾ കമ്പനി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവനെന്നിപ്പോൾ കാണും. അപ്പോൾ ഞാനിപ്പോൾ കാണും, സലാമൊക്കെ പറയുന്നതാണ്. ഇന്നും അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പം അദ്ദേഹത്തിന് എന്നോട് സലാം പറഞ്ഞു, സംസാരിച്ചു, സുഖാണെന്ന് ചോദിച്ചു, സുഖാണെന്ന് പറഞ്ഞു. അതിലപ്പുറത്തേക്ക് ചില സമയത്തൊക്കെ ക്രിക്കറ്റ് കളിയിലേക്ക് നടക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ അവനോട് ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു തമാശകളിലേക്കും പോയിട്ടില്ല. കാര്യം അവരും അറിയാം എന്താണ് ഇപ്പം നാട്ടിലെ സാഹചര്യമെന്ന്. പ്രവാസികളായിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന സാഹചര്യം മൾട്ടി കൾച്ചറൽ ആൾക്കാരുണ്ട്, മൾട്ടി നാഷണാലിറ്റിയുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ നമ്മുടെ രാജ്യം നമ്മളുടെ ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ പക്വമായ ഇടപെടലുകൾ നടത്താൻ ചെയ്യും. നന്ദി, നമസ്കാരം.